അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന മയാമി സെൻച്വറി ഇടവകയിൽ മിഷൻ ലീഗിലെ കുഞ്ഞു മിഷണറിമാർ സമാഹരിച്ച തുക ജ്ഞാനായ റീജിയൻ സെമിനാരി ഫണ്ടിലേക്ക് നൽകുന്നതിനായി CML കുട്ടികൾ മോൺ തോമസ് മുളവനാലിനെ ഏൽപ്പിച്ചു. തദവസരത്തിൽ കുഞ്ഞുങ്ങളുടെ നല്ല പ്രവൃത്തിയെ മുളവനാൽ അച്ഛൻ ശ്ലാഘിക്കുകയും പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് മുളവനാൽ അച്ഛൻ ഓർമ്മിപ്പിച്ചു. തദവസരത്തിൽ കുഞ്ഞുങ്ങളുടെ ഈ നല്ല പ്രവൃത്തിയെ മുളവനാൽ അച്ഛൻ പ്രശംസിക്കുകയും പൗരോഹിത്യ ജീവിതത്തിലേക്ക് സന്യാസത്തിലേക്കും കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് മുളവനാൽ അച്ഛൻ ഓർമ്മിപ്പിച്ചു. ഇടവക വികാരി ഫാദർ CG പിണർക്കയിൽ കുട്ടികളെയും ഇതിനു നേതൃത്വം കൊടുത്തവരെയും അഭിനന്ദിച്ചു. മഞ്ജു, ജോസ്നി, മാത്യു, സുബി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി കാഞ്ച് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. സോഫിയ മാത്യു പ്രസിഡന്റ്. 2024 ഡിസംബർ 14 ന്യൂജേഴ്സി ടാഗോർ ഹാളിൽ ട്രസ്റ്റി ബോർഡ് ചെയർ ദീപ്തി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ആനുവൽ ജനറൽ ബോഡിയിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വപ്ന രാജേഷാണ് 2025 പുതിയ കമ്മിറ്റി അംഗങ്ങളെ പ്രഖ്യാപിച്ചത്. 2024 ഡിസംബർ 14 ന്യൂജേഴ്സി ടാഗോർ ഹാളിൽ ട്രസ്റ്റി ബോർഡ് ചെയർ ദീപ്തി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ആനുവൽ ജനറൽ ബോഡിയിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വപ്ന രാജേഷാണ് 2025 പുതിയ കമ്മിറ്റി അംഗങ്ങളെ പ്രഖ്യാപിച്ചത്. വൈസ് പ്രസിഡന്റ് വിജയ് നമ്പ്യാർ, ജനറൽ സെക്രട്ടറി ഖുർഷിദ് ബഷീർ, ട്രഷറർ ജോർജി സാമുവൽ, ജോയിന്റ് സെക്രട്ടറി ദയാ ശ്യാം, ജോയിന്റ് ട്രഷറർ കൃഷ്ണപ്രസാദ്, കൾച്ചറൽ അഫയേഴ്സ് സുരജിത് കിഴക്കൽ, സ്പോർട്സ് അഫയേഴ്സ് അസ്ലം ഹമീദ്, IT ഓഫീസർ നിതിൻ ജോയ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അനൂപ് മാത്യൂസ് രാജു, ചാരിറ്റി അഫയേഴ്സ് ജയകൃഷ്ണൻ M. മേനോൻ, പബ്ലിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ടോണി മങ്ങാൻ, യൂത്ത് അഫയേഴ്സ് രേഖ നായർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. സ്വപ്ന രാജേഷാണ് പുതിയ ട്രസ്റ്റി ബോർഡ് ചെയർ. കാഞ്ചിന്റെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് നേതൃത്വ മികവ് തെളിയിച്ചിട്ടുള്ള സ്വപ്ന രാജേഷ് കാഞ്ചിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ജോൺ ജോർജ്, ജോസഫ് ഇടിക്കുള, വിജേഷ് കാരാട്ട്, സണ്ണി വാലിപ്ലാക്കൽ എന്നിവരാണ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ. ബൈജു വർഗീസ് എക്സ് ഒഫീഷ്യോ ആണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാന നാഷണൽ കൺവെൻഷൻ 2026 ഉദ്യാന നഗരമായ ന്യൂജേഴ്സിയിൽ ഫൊക്കാനയുടെ ആധുനിക പ്രൗഢിക്ക് ചേർന്ന ഗാംഭീര്യത്തോടെ ക്രമീകരിക്കുന്നതിനുള്ള നാഷണൽ ടീമിൽ വാട്ടപ്പള്ളിൽ മനോജ് ജോസഫിനെ നാഷണൽ കോർഡിനേറ്റർ ചുമതലയിൽ നിയോഗിച്ചുവെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. 20ഓളം ഓമന പേരിൽ പ്രശസ്തമായ ന്യൂജേഴ്സിയുടെ വൈവിധ്യമാനങ്ങളെ ഫൊക്കാന നാഷണൽ കൺവെൻഷനിൽ പതിപ്പിക്കുന്നതിന് മനോജ് ജോസഫിന്റെ സംഘാടക പാടവം സഹായിക്കുമെന്ന് ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പറഞ്ഞു. ഓമനപ്പേരിൽ പ്രശസ്തമായ ന്യൂജേഴ്സിയുടെ വൈവിധ്യമാനങ്ങളെ ഫൊക്കാന നാഷണൽ കൺവെൻഷനിൽ പതിപ്പിക്കുന്നതിന് മനോജ് ജോസഫിന്റെ സംഘാടക മികവ് സഹായകമാകുമെന്ന് ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പറഞ്ഞു. ഉദ്യാന നഗരം എന്ന ചെല്ലപ്പേരിനു പുറമെ ദി പീപ്പിൾസ് സ്റ്റേറ്റ്, ദി ക്രോസ് റോഡ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ, മെഡിസിൻ ചെസ്റ്റ് ഓഫ് ദി വേൾഡ്, സ്വിറ്റ്സർലാൻഡ് ഓഫ് അമേരിക്ക, ഡൈവേഴ്സി സ്റ്റേറ്റ്, ദി സ്റ്റേറ്റ് ഓഫ് ഇന്നവേഷൻ എന്നിങ്ങനെയുള്ള അർത്ഥമുള്ള വിളിപ്പേരുകളുള്ള ന്യൂജേഴ്സിയിൽ 2026 ഫൊക്കാന നാഷണൽ കൺവെൻഷൻ നടക്കുമ്പോൾ അതിനു ചേർന്ന ആഘോഷങ്ങൾ ക്രമീകരിക്കുന്നതിന് മനോജിൻ്റെയും ഒപ്പമുള്ള കോർഡിനേറ്റർമാരുടെയും മികവ് സഹായകമാകും. മനോജ് ജോസഫ് മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ മുൻ പ്രസിഡന്റ്, മുൻ ചാരിറ്റി, 20 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിൽ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റിയിരുന്നു. പൂഞ്ഞാർ പാതമ്പുഴയാണ് ജന്മദേശം. കോട്ടയം നാട്ടകം പോളിടെക്നിക്കിൽ പഠിച്ച് പോളിമർ ടെക്നോളജിയിൽ ഡിപ്ലോമ നേടി. ലാറ്റിക്സ് ടെക്നോളജിയിൽ സ്പെഷ്യലൈസേഷൻ സമ്പാദിച്ചു. ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും 1990 മുതൽ 2000 വരെ സേവനം ചെയ്തു. തുടർന്ന് ന്യൂജേഴ്സിയിൽ 17 വർഷമായി കോസ്റ്റ്കോയിൽ സൂപ്പർവൈസറാണ്. സഹധർമ്മിണി പ്രിയ മനോജ്. ജോസഫ് ചെമ്പോലയുടെ മകൾ. നെവാർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സീനിയർ അസിസ്റ്റന്റാണ്. മനോജ് ജോസഫിനെ ഫൊക്കാന കൺവെൻഷൻ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തുന്ന നിയമന വാർത്താ സന്ദേശത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫൊക്കാന ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് വിപിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുകൂട്ടം പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, കൺവെൻഷൻ ചെയർ ആൽബർട്ട് കണ്ണമ്പള്ളിൽ എന്നിവർ അഭിനന്ദനം കുറിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
അമേരിക്കൻ മലയാളികളുടെ അനുഗ്രഹീത ഫെഡറേഷനായ ഫോമയുടെ 2026 9ാമത് ഇന്റർനാഷണൽ ഫാമിലി കൺവെൻഷന്റെ ചെയർമാനായി മാത്യൂസ് മുണ്ടക്കലിനെയും ജനറൽ കൺവീനറായി സുബിൻ കുമാറിനെയും പ്രസിഡന്റ് ബേബി മണക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു. ഫോമയുടെ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫോമയുടെ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫോമയുടെ സജീവ പ്രവർത്തകനായ മാത്യൂസ് മുണ്ടക്കൽ റീജിയണൽ വൈസ് പ്രസിഡന്റ്, നാഷണൽ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ തന്റെ നേതൃത്വ മികവ് തെളിയിച്ചിട്ടുള്ള സംഘാടകനാണ്. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ച ഇദ്ദേഹം നിലവിൽ മാക് ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്. ഹ്യൂസ്റ്റൺ മലയാളി സമൂഹത്തിലെ നിറസാന്നിധ്യമായ മാത്യൂസ് മുണ്ടക്കൽ വേൾഡ് മലയാളി കൗൺസിൽ യൂത്ത് ഫോറം ചെയർമാനായിരുന്നു. നാട്ടിൽ ബാലജനസഖ്യത്തിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. കലാലയ ജീവിതത്തിൽ നേതൃത്വ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട് ഇദ്ദേഹത്തിന്. USA, UA കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കിയാൻ ഇന്റർനാഷണൽ LLCയുടെ മാനേജിംഗ് ഡയറക്ടറായ സുബിൻ കുമാരൻ ഫോമയുടെ ഊർജ്ജസ്വലനായ പ്രവർത്തകനാണ്. സതേൺ റീജിയന്റെ ബിസിനസ് ഫോറം ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ലോക കേരള സഭയുടെ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധിയായ സുബിൻ എറണാകുളം മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ബാലസംഘത്തിലൂടെയാണ് പൊതുപ്രവർത്തനത്തിന്റെ തുടക്കം. മാഗിന്റെ ജനറൽ സെക്രട്ടറിയായ സുബിൻ കുമാരന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. 3 വർഷമായി ഇടുക്കി ജില്ലയിലെ കുറുത്തിക്കുടി പെട്ടിമുടി ആദിവാസി മേഖലയിലെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നു. വിഖ്യാതമായ NRG സ്റ്റേഡിയത്തിന് തൊട്ട് എതിർവശത്തുള്ള വിൻഡം ഹ്യൂസ്റ്റൺ ഹോട്ടലിൽ 2026 ജൂലൈ 30, 31, ആഗസ്റ്റ് 1, 2 തീയതികളിലാണ് 2026 ഫോമ കൺവെൻഷൻ നടക്കുന്നത്. ഹോട്ടൽ അധികൃതരുമായി ഫോമ ഭാരവാഹികൾ കഴിഞ്ഞ ആഴ്ച കോൺട്രാക്ട് ഒപ്പുവെച്ചു. കൺവെൻഷന് 19 മാസം ശേഷിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ വേദി നിശ്ചയിച്ചതും മുറികളും മറ്റും അനുബന്ധ സൗകര്യങ്ങളും മുൻകൂട്ടി ഉറപ്പാക്കിയിരിക്കുന്നതും വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കി ഫോമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫാമിലി കൺവെൻഷനാണ് ഹ്യൂസ്റ്റണിൽ വിഭാവനം ചെയ്യുന്നതെന്ന് കൺവെൻഷൻ ചെയർമാൻ മാത്യൂസ് മുണ്ടക്കലും ജനറൽ കൺവീനർ സുബിൻ കുമാരനും പറഞ്ഞു. കൺവെൻഷന് ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുനൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ P. ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ പുണ്യസ്ഥലം ദൈവിക കീർത്തനങ്ങളാലും ആത്മീയ ആവേശത്താലും പ്രതിധ്വനിച്ച് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ സുബിൻ ബാലകൃഷ്ണൻ, സെക്രട്ടറി വിനോദ് കുമാർ നായർ, ട്രഷറർ സുരേഷ് കരുണാകരൻ നായർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാംദാസ് കണ്ടത്ത്, ജോയിന്റ് സെക്രട്ടറി മീര ആനന്ദൻ, ജോയിന്റ് ട്രഷറർ ദീപ നായർ എന്നിവരും മറ്റംഗങ്ങളായി ഡോക്ടർ രാജീവ് പിള്ള, ശ്രീജിത്ത് ഗോവിന്ദൻ, രാജൻ VN, ജയശ്രീ കണ്ണൂളിൽ, രാജേഷ് R. നായർ, സുരേഷ് കണ്ണൂളിൽ, അനിൽ K. ഗോപിനാഥൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പിള്ള എന്നിവരും ആചാരപരമായി 1/1/2025 ചുമതലയേറ്റു. ഭക്തിയിലും പാരമ്പര്യത്തിലും മുഴുകിയ ഈ പരിപാടി സമൂഹത്തെ സേവിക്കുന്നതിനും സനാതന ധർമ്മം സംരക്ഷിക്കുന്നതിനുമുള്ള ക്ഷേത്രത്തിന്റെ യാത്രയിലെ ഒരു സുപ്രധാന അധ്യായമായി അടയാളപ്പെടുത്തി. ഭക്തിയിലും പാരമ്പര്യത്തിലും മുഴുകിയ ഈ പരിപാടി സമൂഹത്തെ സേവിക്കുന്നതിനും സനാതനധർമ്മം സംരക്ഷിക്കുന്നതിനുമുള്ള ക്ഷേത്രത്തിന്റെ യാത്രയിലെ ഒരു സുപ്രധാന അധ്യായമായി അടയാളപ്പെടുത്തി. ജ്ഞാനം, ഐക്യം, ഐശ്വര്യം എന്നിവയ്ക്കായി ദൈവാനുഗ്രഹം അഭ്യർത്ഥിച്ചുകൊണ്ട് ശുഭകരമായ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും സർവൈശ്വര്യ അർച്ചനയും ഉൾപ്പെടെയുള്ള വൈദിക ആചാരങ്ങളുടെ ഒരു നിരയിലൂടെ നേതൃത്വത്തിന്റെ സംക്രമണം വിശദീകരിക്കപ്പെട്ടു. പരമ്പരാഗത വേഷത്തിൽ അലങ്കൃതമായ ക്ഷേത്ര പൂജാരിമാർ വളരെ കൃത്യതയോടെയും ഭക്തിയോടെയും ചടങ്ങുകൾ നടത്തി. സന്നിഹിതരായ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഉണർത്തുന്ന ആത്മീയ അന്തരീക്ഷം സജ്ജമാക്കി. പുതിയ ഭരണസമിതി അംഗങ്ങൾ കൂപ്പുകൈകളോടെയും വിനീത ഹൃദയത്തോടെയും ക്ഷേത്രത്തിന്റെ പവിത്രതയും സമൂഹത്തിന്റെ ആത്മീയ ക്ഷേമവും പരിപോഷിപ്പിക്കുന്നതിനുള്ള ദൗത്യം ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുമ്പോൾ ഭക്തജനങ്ങൾ ധാരാളമായി തടിച്ചുകൂടി. അവരുടെ മുഖത്ത് ആദരവും സന്തോഷവും പ്രകാശിച്ചു. ഭക്തിയുടെയും സേവയുടെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൂട്ടായ പ്രയത്നത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യം തന്റെ പ്രസംഗത്തിൽ പ്രസിഡന്റ് ശ്രീ സുബിൻ ബാലകൃഷ്ണൻ ഊന്നിപ്പറഞ്ഞു. എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ആത്മീയ സമ്പന്നരാക്കുകയും ചെയ്തുകൊണ്ട് ഭജനകളുടെ ആത്മാർത്ഥമായ ആലാപനത്തോടെ വിഭവസമൃദ്ധമായ പ്രസാദ വിതരണത്തോടെയും പരിപാടി സമാപിച്ചു. ക്ഷേത്രത്തിന്റെ പുതിയ നേതൃത്വം അവരുടെ അശ്രാന്തമായ സമർപ്പണത്തിന് ഔട്ട്ഗോയിങ് ബോർഡിനോട് നന്ദി രേഖപ്പെടുത്തുകയും ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്കും സേവനത്തിനും ഭക്തർക്ക് അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഉറപ്പു നൽകുകയും ചെയ്തു. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അതിന്റെ യാത്രയുടെ ഈ
പുതിയ ഘട്ടത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ അത് ഭക്തിയുടെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. സാംസ്കാരിക പൈതൃകവും ആത്മീയ പ്രതിബദ്ധതയും വരും തലമുറകൾക്ക് പകർന്നു നൽകുമെന്നും അത് പരിപോഷിപ്പിക്കുമെന്നും അംഗങ്ങൾ അറിയിച്ചു. വിഭവസമൃദ്ധമായ പ്രസാദമൂട്ടോടെ ഭക്തി നിർഭരമായ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഡാൻസും പാട്ടും DJയുമായി പുതുവത്സരം ആഘോഷിച്ച് കനേഡിയൻ കൊച്ചിൻ ക്ലബ്. മിസിസാഗയിൽ നടന്ന യൂഫോറിയ സീസൺ 4 പുതുവത്സരാഘോഷത്തിൽ സ്കാർബോ സെന്റർ ഡോൺ വാലി ഈസ്റ്റ് കൺസർവേറ്റീവ് സ്ഥാനാർത്ഥി ബെലൻ മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ ഫിലാഡൽഫിയ സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിലെ വിശ്വാസ പരിശീലന സ്കൂളിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 22 ഞായറാഴ്ച സമുചിതമായി ആഘോഷിച്ചു. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ 2025-26 വർഷങ്ങളിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഡാളസ് മലയാളി അസോസിയേഷന് 2024 ക്രിസ്മസ് പുതുവത്സരാഘോഷം ഡിസംബർ 29 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ പസന്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഹാളിൽ വർണ്ണാഭമായി നടത്തപ്പെട്ടു. അമേരിക്കൻ മലയാളികളുടെ അനുഗ്രഹീത ഫെഡറേഷനായ ഫോമയുടെ 2026 9ാമത് ഇന്റർനാഷണൽ ഫാമിലി കൺവെൻഷൻ അരങ്ങേറുന്ന വിൻഡം ഹ്യൂസ്റ്റൺ ഹോട്ടൽ അധികൃതരുമായി ഫോമ ഭാരവാഹികൾ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു. ഫൊക്കാനയുടെ 2026 കൺവെൻഷൻ കോർഡിനേറ്ററായി പെൻസിൽവാനിയ മലയാളി അസോസിയേഷനിലെ മാത്യു ചെറിയാനെ നിയമിച്ചതായി ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. NSS ഓഫ് ഷിക്കാഗോയുടെ വിമൻസ് ഫോറം സഖി ഡിസംബർ 15 സമൂഹത്തിലെ നിസ്സഹായരായ കുട്ടികൾക്കായി ഒരു വിജയകരമായ ഡ്രൈവ് സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.